ഇന്നലെയാണ് നോമിനേഷൻ പ്രക്രിയയുടെ ഭാഗമായി ഞാൻ നോമിനേഷൻ നൽകിയത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് സ്ക്രൂട്ടിനി ഉള്ളത്. അപ്പോഴാണ് INC കേരള എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലൂടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നേമത്തെ NDAയുടെ സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ വന്നിട്ടുള്ളത്. ആ ട്വിറ്റർ ഹാൻഡിൽ കണ്ടതുപോലെ, ട്വിറ്റർ പോസ്റ്റിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം 100-200 കോടി രൂപയുടെ അസറ്റ് അദ്ദേഹം അതിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് സ്ക്രൂട്ടിനിക്ക് പോകുമ്പോൾ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാനും നമ്മുടെ ടീമും അതിന്റെ പരാതി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ സത്വരമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്ര മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ബാക്കി സ്ക്രൂട്ടിനിക്ക് ശേഷം. അദ്ദേഹത്തിന്റെ സ്ഥലമാണോ ഇല്ലയാണോ അദ്ദേഹം പറഞ്ഞാൽ മതി. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യും, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യൂ. ബാക്കി കാര്യങ്ങൾ സ്ക്രൂട്ടിനിക്ക് ശേഷം അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്ക് ഇടയിൽ. അത് വരട്ടെ, കാര്യങ്ങൾ പറയാം. ഞാൻ ഈ മലയാളികളായിട്ടുള്ള വോട്ടർമാരെയാണ് മാക്സിമം കാണാൻ നോക്കുന്നത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. മാക്സിമമായിട്ട് നാട്ടുകാരെ കാണുക, ആൾക്കാരെ കാണുക, വോട്ട് പിടിക്കുക, ജനങ്ങളുമായി ഗ്രൗണ്ടിൽ ബന്ധപ്പെടുക. ആ ഒരു ഉപദേശമാണ് അദ്ദേഹത്തിന് ഞാൻ നൽകുന്നത്. സ്വാമിമാരൊക്കെ വന്നും പോട്ടെ, പക്ഷെ എനിക്ക് സ്വാമിമാര് യോഗിയുടെ UP കുറിച്ചാണ് സംസാരിച്ചത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും എല്ലാവരെയും കാണാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ഇവിടെയുള്ള എല്ലാ വോട്ടർമാരെയാണ് കാണാൻ ശ്രമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്. ഇലക്ഷൻ കമ്മീഷന്റെ സീല് BJPയുടെ ഓഫീസിലാണോ അതോ BJPയുടെ സീല് ഇലക്ഷൻ കമ്മിറ്റിയുടെ ഓഫീസിലാണോ എന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. വളരെ ഹെവിലി കോംപ്രമൈസ്ഡ് ആണ്. ഇന്ന് നമ്മൾ സ്ക്രൂട്ടിനിയിലേക്ക് പോകുമ്പോൾ ആ കോംപ്രമൈസ് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഭരണാധികാരിയുടെ മുന്നിൽ UDFന്റെ സ്ഥാനാർത്ഥി പോകുന്നത്. അത്രയും മാത്രം അവസരത്തിൽ പറയുന്നുള്ളൂ. ആ നിലപാട് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കടുക്കും. അത്രയേ ഉള്ളൂ. ബാക്കി സ്ക്രൂട്ടിനിക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.